السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളും ആദരവുമുള്ളതായ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകൾക്കും സുഖവും സൗഖ്യമാണെന്ന് കരുതുന്നു. അതിനായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 83ാമത്തെ ജമ്മിന്റെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഖാത്തിമത്തുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. ഇതൊരു ഖാത്തിമയാണ്. ഈ ഖാത്തിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അൽ ഖിയാസു എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചാണ്. അൽ ഖിയാസു, ഖിയാസ് എന്ന് പറയുന്ന സാധനം മിനദ്ദീനി, അത് ദീനിൽപ്പെട്ടതാകുന്നു എന്നാണ്. ഇവിടെ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നതിന് ചുരുക്കി എന്ന് പറയട്ടെ. സർക്കസ് ഇമാമിന്റെ സംസാരത്തിന്റെ ടോട്ടൽ എടുത്തുകൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഷാരി പറയുകയാണ്, അന്നഹാദിഹിൽ മദാഹിബാലിൽ മുഅ്തസിലത്തി, ഇത് മുഅ്തസിലത്തിലുള്ള മദ്ഹബുകളാകുന്നു. ആ വിഷയത്തിനോട് സുയൂത്തി ഇമാമും അദ്ദേഹത്തിനോട് തുടർന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ഖിയാസിന്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായത്തിലാണ്. അത് ദീനാണോ അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ടതാണോ എന്ന് ചർച്ചയുണ്ട്, മുഅ്തസിലത്തിനുള്ള മദ്ഹബ് അനുസരിച്ചുകൊണ്ട്. ആ വിഷയങ്ങളൊക്കെ ആര് നക്കൽ ചെയ്തിട്ടുണ്ട്? അബുൽ ഹുസൈൻ തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഈ മദ്ഹബിൽ ബലപ്പെട്ടതായിരിക്കുന്ന അഭിപ്രായമായി പറയുന്ന ജമ്മുൽ ജമാമിൽ പറയുന്നത് നഅം എന്ന് തന്നെയാവുന്നു, അതായത് ദീനിൽപ്പെട്ടതാകുന്നു എന്നുള്ളതാണ്. അപ്പൊ തർക്കമുണ്ടെന്ന് മനസ്സിലായാലും ദീനിൽപ്പെട്ടതാകുന്നു എന്നുള്ളതാണ് ബലപ്പെട്ട അഭിപ്രായം. പിന്നെ ദർഗസിമാം പറഞ്ഞിട്ടുണ്ട്, അൽ ഹഖു, യഥാർത്ഥം ദീൻ എന്നതുകൊണ്ട് അവർ കരുതുകയാണെങ്കിൽ അൽ മഖ്സൂദത്ത, ഉദ്ദേശിക്കപ്പെടുന്നതായ വിധികളാണ്, അല്ലാതെ ഹുക്കുമുകൾ എന്നതല്ല. എന്തുകൊണ്ട്? ബിൽ വുജൂബി വന്നദിബി, നിർബന്ധം, സുന്നത്ത് എന്നതുകൊണ്ടൊക്കെ കരുതപ്പെട്ടതായ ഒരു മഖ്സൂദായ വിധികൾ എന്നതാണ് ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അപ്പൊ പിന്നെ ഖിയാസ് അതുപോലെയല്ല. ഫലൈസ ബിദീൻ, അത് ദീനല്ല. അനൗമാ തഅബ്ബദ്നാ ബിഹി ഫഹുവ ദീൻ, നമ്മൾ ആരാധിക്കുന്നത് എന്നതാണ് കരുതുന്നതെങ്കിലോ എന്നാ പിന്നെ അത് ദീനാണ്. അങ്ങനെ വരുമ്പോ ദീനാണ്. അപ്പൊ പിന്നെ ഹക്കിന്റെ അഹിലുകാരുടെ നിയമങ്ങളുമായി യോജിച്ച് പ്രകടമായി വന്നപ്പോ, ഖിയാസ് ദീനിൽപ്പെട്ടതായി വന്നപ്പോൾ മുസന്നിഫ് അവറുകൾ അത് സഹിപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് അൽ ഖിയാസ് മിനദ്ദീനി എന്ന് മുസന്നിഫ് അവറുകൾ ജമ്മുൽ ജവാബിൽ പറയുന്നത്. വലൻ യുബാലി ബിഖൗലി ദാലിക മഖൂലൻ അൽ മുഅ്തസിലത്തി അലാ അന്നഹു യഹ്തമിലു അന്നഹു റആഹു ലി അഹ്ലിൽ ഹഖ് അയ്ദൻ. ഇത് മുഅ്തസിലത്തിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതാണെന്നുള്ള കാര്യമൊന്നും മുസന്നിഫ് അവറുകൾ വകവെച്ചിട്ടില്ല. എന്തോടുകൂടെ തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം ഹക്കിന്റെ അഹ്ലുകാർക്കും ഉണ്ടാവാലോ. പിന്നെ ബന്ധം മുഅ്തസിലത്തിനെ തൊട്ട് ഇത് ഉദ്ധരിക്കപ്പെട്ടു എന്ന് നോക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഏതായാലും ബലപ്പെട്ട അഭിപ്രായം ഖിയാസ് ദീനിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അൽ ഖിയാസു മിനദ്ദീനി എന്ന് ഖാത്തിമിട്ടുകൊണ്ടുള്ള ചർച്ച. ദീനിൽപ്പെട്ടതാകുന്നു ഖിയാസ് എന്ന് പറയാൻ ന്യായമെന്ത്, തെളിവെന്ത്? അന്നഹു, നിശ്ചയമായിട്ടും ഖിയാസ് എന്ന് പറയുന്നത് മഅ്മൂറും ബിഹി, അത് കൽപ്പിക്കപ്പെട്ടതാണല്ലോ. എവിടുന്ന് കൽപ്പിക്കപ്പെട്ട് കിട്ടിയത്? അള്ളാന്റെ വാക്കുണ്ട്. ഖൗലിഹി തആല, അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, വഅ്തബിറൂ യാ ഉലിൽ അബ്സ്വാർ. അതിന്റെ അർത്ഥം എന്താ? ഖിയാസാക്കിക്കോളിമെന്നല്ലേ. അപ്പൊ അള്ളാന്റെ കൽപ്പന ഉണ്ടല്ലോ, ആ കൽപ്പന ഉണ്ടാകുമ്പോൾ ദീനല്ലേ എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയാണ്. അവയില് അന്നഹു മഅ്മൂറും ബിഹി എന്ന് പറയുമ്പോൾ ഇതിലേക്കൊരു സൂചനയുണ്ട്. എന്താ സൂചന? ഖിയാസ് മഅ്മൂറും ബിഹിയാണ്. ഖിയാസ് മഅ്മൂറും ബിഹി ആകുമ്പോൾ കൽപ്പിക്കപ്പെട്ട ഏത് കാര്യം ദീനിൽപ്പെട്ടതാകുന്നു. അങ്ങനെ വരുമ്പോ ഖിയാസ് എന്താവും? ദീനിൽപ്പെട്ടതാകും, കിട്ടൂലേ? ഇങ്ങനെയൊക്കെയാണ് ഖലിയും സൂറയൊക്കെ കൂട്ടിയിൽ കൊണ്ടുവരുമ്പോ. ഇങ്ങനെയാണ് അതിന്റെ വിശേഷം. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട്, ലൈസ മിന്നു, ദീനിൽപ്പെട്ടതല്ല ഖിയാസ് എന്നുള്ളതാ. കാരണം അന്ന ഇസ്മദ്ദീനി, ദീന് എന്ന് പറയുന്ന നാമം ഇന്നമാ യഖഉ, അത് സംഭവിക്കുക അലാമാ ഹുവ സാബിത്തും മുസ്തമിറുൻ,
അത് സ്ഥിരമാവുകയും വേണം, നിലകൃതിയാവുകയും വേണം, ഒരിക്കലും മുറിഞ്ഞു പോകില്ല. അതിന്റെ മേലെ ദീൻ എന്ന് പറയാൻ പറ്റുക. ഒരു ഖിയാസി എന്ന് പറയുന്ന സംഗതി അങ്ങനെയല്ല. അപ്പോ സാബിത്തും മുസ്തമിറും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഉറപ്പുള്ളതാണ്, ഒരിക്കലും അത് മുറിഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ് സാബിത്തും മുസ്തമിർ. അതാണ് ദീന്. എന്നാ ഖിയാസ് അങ്ങനെയല്ല. ഖിയാസ് എന്തല്ല, മുസ്തമിറും സാബിത്തുമല്ല. ആ രണ്ട് കാര്യം അതിലൊരുമിച്ച് കൂടുകയില്ലല്ലോ. കാരണം അന്നോ ഖദിലായി ചിലപ്പോൾ ഖിയാസിലേക്ക് ആവശ്യമാവുകയില്ലല്ലോ. അതുകൊണ്ടാണ് ഖിയാസ് അങ്ങനെയല്ല. അപ്പോ ദീനിൽപ്പെട്ടതാണെന്ന് പറയാൻ ന്യായമില്ല എന്നുള്ളതാണ് ഈ ഖീലക്കാര് പറയുന്നത്. അപ്പോ ഇനി മൂന്നാം കൗലുണ്ട് ഇതില്. ഖിയാസിനെ കുറിച്ചും രണ്ട് അഭിപ്രായം പറഞ്ഞു, ദീനിൽ പെട്ടതാണ് അല്ല എന്ന്. ഇനി അതിൽ നിന്ന് മൂന്നാമത്തെ കൗൽ എന്താ പറയാ നോക്കുക. ഹൈസു യത അയ്യനു, മൂന്നാം കൗല് പറയുന്നത് മിൻഹു ഖിയാസിൽ പെട്ടതാണ്. ഹൈസു യത അയ്യനു, അത് വ്യക്തമായിടത്ത്. അതെങ്ങനെ, ബി അല്ലം യകുല്ലിൽ മസ്അലത്തി, ഒരു മസ്അല ഉണ്ടായി ഇവിടെ. ആ മസ്അല വന്നപ്പോ ആ മസ്അലക്ക് ഇല്ല, എന്തില്ല, ദലീലുൻ വയറു, ഈ ഖിയാസ് അല്ലാത്തൊരു ലക്ഷ്യമേ അവിടെ കാണുന്നില്ല. അങ്ങനെ വരുമ്പോ ഖിയാസ് അവിടെ വ്യക്തമായി വന്നല്ലോ. അപ്പൊ പിന്നെ ദീനിൽ പെട്ടതാന്ന് പറയണം ഖിയാസ്. ബി ഖിലാഫി മാ ഇദാലം യതഅയ്യൻ, വ്യക്തമായി ഇല്ലാത്തിടത്തിനെതിരായിട്ട്. അതാ കാരണം അതിനെതിരായത് അദിമിൽ ഹാജത്തിയിലേക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ പിന്നെ ഖിയാസിലേക്ക് ആവശ്യമല്ല. ഇങ്ങനെ ഒരു കൈതോട് കൂടിയുള്ളതാണ് മൂന്നാമത്തെ അഭിപ്രായം. അങ്ങനെ വൽ ഖിയാസു, ഇനി ഖിയാസ് എന്ന് പറയുന്നത് മിൻ ഉസൂൽ ഫിഖ്ഹി, ഉസൂൽ ഫിഖ്ഹിന്റെ മൗളൂഇൽ പെട്ടതാകുന്നു. ഉസൂൽ ഫിഖ്ഹിന്റെ മൗളൂഇൽ പെട്ടതാകുന്നു എന്ത്, ഖിയാസ് എന്ന് പറയുന്നത് എന്നതാണ്. കമാ ഉരിഫ മിൻ തഅരീഫിഹി, അത് ഖിയാസിന്റെ നിർവചനത്തെ പറഞ്ഞിടത്തുനിന്ന് മനസ്സിലായതാണ്. അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ ഖിയാസിന്റെ ഉസൂൽ ഫിഖ്ഹിന്റെ തഅരീഫിൽ നിന്ന് അങ്ങനെ തിരിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഉസൂൽ ഫിഖ്ഹിന്റെ മൗളൂഇൽപ്പെട്ടതായിട്ട് വരും ഖിയാസ്. എന്താണ് അവിടെ തഅരീഫ് പറഞ്ഞത്, അന്നഹു മിൻ അദില്ലത്തിൽ ഫിഖ്ഹിൽ ഇജ്മാലിയ്യ വഹാദാ യഖ്തദി അന്നൽ അദില്ലത ഹിയ നഫ്സുൽ കിതാബി വസ്സുന്നതി വൽ ഇജ്മാ വൽ ഖിയാസ് എന്നുള്ളതല്ലേ. എന്താണ് ഫിഖ് എന്ന് പറഞ്ഞാല്, അത് മിൻ അദില്ലത്തിൽ ഫിഖ്ഹിൽ ഇജ്മാലിയ്യ, ഇജ്മാലിയായിരിക്കുന്ന ഫിഖ്ഹിന്റെ ലക്ഷ്യത്തിൽ പെട്ടതാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഇവരുടെ വിഷയം തേടുന്നത് അന്നൽ അതില്ലത്ത, നിശ്ചയമായിട്ടും അതില്ലത്ത് ലക്ഷ്യങ്ങള് അത് നഫ്സുൽ കിതാബി, കിതാബ് തന്നെയാണ്, സുന്നത്താണ്, ഇജ്മാഉ ഖിയാസുമാണ്. വസ്ഫബാബു, യഥാർത്ഥത്തിൽ അന്ന അതില്ലത്തൽ ഫിഖ്ഹിൽ ഇജ്മാലിയ്യ, ഇജ്മാലിയായ ഫിഖ്ഹിന്റെ ലക്ഷ്യങ്ങൾ അൽ ഖവായിദുൽ ബായിസത്തു അൻ അഹ്വാലി അൻ ഹാദിഹിൽ അഹ്വാലി ഹാദിഹിൽ അതില്ലത്തി, ഇത്തരം ലക്ഷ്യങ്ങളുണ്ടല്ലോ, ദലീലുകൾ, ഈ ദലീലുള്ള അവസ്ഥയെ കുറിച്ചുള്ള ചർച്ച, ആ ചർച്ചയോ നിയമങ്ങൾ എന്നുള്ളതാണ് അതില്ലത്തുൽ ഫിഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇങ്ങനെ തഅരീഫുണ്ട്. ഇത്തരം തഅരീഫ് എന്ന് മനസ്സിലാക്കി കിട്ടിയതാണ് എന്ത്, നമ്മൾ ഈ പറയുന്ന ഉസൂൽ ഫിഖ്ഹിൽ പെട്ടതാണ് ഖിയാസ്, അതിന്റെ മൗളൂഇൽ പെട്ടതാണെന്ന്. പക്ഷേ ഇവിടെ ഇതിലുണ്ട് ഖിലാഫൻ ലിൽ ഇമാം ഹറമൈനി, ഇമാം ഹറമൈനിക്ക് എതിരാണ് ഈ വിഷയം. ഫീ ഖൗലിഹി, മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ലൈസ മിൻഹു, അത് ഉസൂൽ ഫിഖ്ഹിന്റെ മൗളൂ അല്ല ഖിയാസ് എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിനെതിരായിട്ട് പിന്നെ വഇന്നമാ യുബയ്യനു ഫീ ഖുതുബിഹി, ഈ ഖിയാസിനെ അതിന്റെ കിതാബുകളിലായിട്ട് വിശദീകരിക്കപ്പെടും. എന്താ അങ്ങനെ വിശദീകരിക്കപ്പെടാൻ കാരണം, അല്ലെ തവഖുബി ഓർദുൽ ഉസൂലി, ഉസൂലിന്റെ ആവശ്യം എന്തിനാലാണ്, മിൻ ഇസ്ബാത്തി ഹുജ്ജിയത്തിഹി, അത് എന്താവുക, ലക്ഷ്യമായിരിക്കുക, അത് ലക്ഷ്യമായിരിക്കുക എന്ന് സ്ഥിരപ്പെടുത്തലാണല്ലോ ഉസൂലുടെ ആവശ്യം. എങ്ങനത്തതായ ഉസൂലി, അൽ മുതവഖി അലൈഹൽ ഫിഖ്ഹു, എങ്ങനത്തതായ ഹുജ്ജിയത്തുന്ന ലക്ഷ്യമായിരിക്കുക, ഖിയാസ് ലക്ഷ്യമായിരിക്കുക എന്ന് സ്ഥിരപ്പെടുത്തലാണ് ഉസൂലിയുടെ ആവശ്യം. എങ്ങനത്തെ ഹുജ്ജിയത്ത്, അതിന്റെ മേലിലാണല്ലോ ഫിഖ്ഹിനെടുക്കൽ നിൽക്കുന്നത്, ഫിഖ് കർമ്മത്തെ എടുക്കൽ നിൽക്കുന്നത്. അങ്ങനത്തതായ ഹുജ്ജിയത്ത് സ്ഥിരപ്പെടലാണ് ഉസൂലിന്റെ
ആവശ്യം. ആ ആവശ്യം തവഖുഫായി എവിടെ? അലാ ബയാനിഹി, ഖിയാസിനെ വിശദീകരിക്കുന്നത് തവഖുഫായി. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഉസൂൽ ഫിഖിൽ പെട്ടതാന്നൊക്കെ പറഞ്ഞത്. വഹുക്കുമൽ മഖീസി, ഇനി മഖീസ് ഖിയാസാക്കപ്പെടുന്നതിന്റെ വിധി. ഖാല സംആനിയോ, സംആനിമാൻ പറയുന്നത് യുഖാലു, മഖീസിന് കിട്ടിയതായ വിധിയുണ്ടല്ലോ, അത് ഇന്നഹു ദീനുല്ലാഹി വശറഉഹു, അത് അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ശറഅാണ് എന്നൊക്കെ പറയാം. വലാ യജൂസു അൻ യുഖാല ഖാലഹുല്ലാഹ് വലാ റസൂലുഹു, അള്ള പറഞ്ഞതാണ് അത്, അല്ലെങ്കിൽ റസൂല് പറഞ്ഞതാണെന്ന് പറയാൻ പറ്റുകയില്ല. മഖീസിന് കിട്ടിയ വിധി എന്ത് പറയാം? അള്ളാഹിന്റെ ദീനാണെന്ന് പറയാം. അള്ള പറഞ്ഞുവെന്നോ റസൂല് പറഞ്ഞെന്നോ പറയാൻ പറ്റുകയില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ലി അന്നഹു, ഈ മഖീസിന്റെ വിധി മുസ്തംബത്തുൻ, അത് ഗവേഷണം ചെയ്ത് കിട്ടിയതാ, ഖിയാസൊക്കെ കിട്ടിയതല്ലേ. ലാ മൻസൂസുൻ, ആ വിധി നസ്സാക്കപ്പെട്ടതല്ലോ. അതുകൊണ്ട് നസ്സാകുമ്പോ ഒന്നിരിക്കൽ അള്ള പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ റസൂൽ പറഞ്ഞതായിരിക്കും, അവിടെ അല്ലല്ലോ. അത് കഴിഞ്ഞു. ഇനി ഖിയാസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഗവേഷണം ചെയ്തെടുക്കേണ്ടത്? അതിനുള്ള ഒരുക്കങ്ങൾ. ഖിയാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരുക്കങ്ങൾ, അതിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താണ് വിധി? അത് ഫർള് കിഫായത്തിൻ, അത് ഫർള് കിഫയാണ്. ഖിയാസിന് വേണ്ട ഒരുക്കങ്ങൾ തയ്യാറാവുക എന്നുള്ളതൊക്കെ ഫർള് കിഫയാണ്. ആരുടെ മേല്? അലൽ മുജ്തഹിദീന, ഗവേഷണമെടുക്കളായ പണ്ഡിതന്മാർ അവിടെ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ ഫർള് കിഫയാണ് എന്ന് വെക്കാം. യതഅയ്യനു, ഫർള് കിഫയുമെന്നും വിട്ടിട്ട് എന്താകും? ഫർള് ഐനായിട്ട് വരും. അലാ മുജ്തഹിദിൻ, മുജ്തഹിദിന്റെ മേൽ ഫർള് ഐനായിട്ട് വരും. അപ്പൊ ഫർള് കിഫ പറഞ്ഞത് മുഖല്ലിദീങ്ങളെ കൊള്ള ചേർത്തി നോക്കിയിട്ട് പറഞ്ഞതാണ്. മുഖല്ലിദീങ്ങളെ കൊള്ള ചേർത്തി നോക്കുമ്പോൾ അത് ഒരു വാജിബോ എന്തെങ്കിലുമൊക്കെ സംബന്ധിച്ച് വരികയാണെങ്കിൽ അത് ഗവേഷണം ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടത് മുജ്തഹിദുകളായ ആളുമേൽ ഫർള് കിഫയാണ്. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾ ചെയ്താൽ മതിയല്ലോ. അതേ സമയത്ത് മുജ്തഹിദ് തന്നെ ഇത് ഫർള് കിഫയുമെന്ന് വിട്ട് ഫർള് ഐനായി വരുന്നുണ്ട്. അങ്ങനത്തെ മുജ്തഹിദ് എന്ന് ചോദിച്ചാൽ ഇഹ്താജ ഇലൈഹി, ഖിയാസിലേക്ക് മുജ്തഹിദ് ആവശ്യമായി. എങ്ങനെയാ മുജ്തഹിദ് ഖിയാസിലേക്ക് ആവശ്യമാവല്? അല്ലം യജിദ വൈറഹു ഫീ വാഖിയ, ഇവിടെ സംഭവിച്ചതായ ഒരു മസ്അലയിൽ ഖിയാസ് അല്ലാതെ മറ്റൊന്ന് കാണാനില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഖിയാസിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തൽ ഈ മുജ്തഹിദിന് അനിവാര്യമാണ്, ഫർള് ഐനാണ്. എന്ന് പറഞ്ഞാൽ ഐ യസീറു ഫർള ഐനിൻ അലൈഹി, ഈ ഖിയാസ് ആകും, എന്താകും? ഈ മുജ്തഹിദിന്റെ മേൽ ഫർള് ഐനായിട്ട് വരും. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മസ്അല വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അത് നേടിയെടുക്കണമെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതെന്തായി മാറും? അത് ഫർള് ഐനായിട്ട് മാറും അയാൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ. ഇങ്ങനെ ഫർള് കിഫ, ഫർള് ഐൻ, ഇങ്ങനെയൊക്കെയായി വരുന്ന ഒന്നാണ് ഖിയാസ്. ഇനി വഹുവ, ഖിയാസ് എന്ന് പറയുന്നത് ജലിയും ഖഫിയും, രണ്ട് വിധമാണ്. ജലിയായ ഖിയാസ്, ഖഫിയായ ഖിയാസ്, ഇങ്ങനെ രണ്ട് വിധമുണ്ട് ഖിയാസ്. അതിൽ ഫൽ ജലിയോ, ജലിയായ ഖിയാസ് എന്ന് പറഞ്ഞാൽ മാ ഖുതിഅ ഫീഹി, മാ വന്നാണ് ഖുതിഅ ഫീഹി, അതിൽ ഉറപ്പിക്കപ്പെട്ടു എന്ന് ബിനഫീൽ ഫാരിഖി, അവിടെ മഖീസിന്റെയും മഖീസ് അലയും ഇടയിൽ വിട്ടുപിരിക്കുന്നത് ഇല്ല എന്ന് അതിൽ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തതിന് ജലിയായ ഖിയാസ്, വ്യക്തമായ ഖിയാസ് എന്നൊക്കെ പറയാം. ബിനഫീൽ ഫാരിഖ് എന്ന് പറഞ്ഞാൽ ബി ഇൽആഇഹി, ഇൽആ എന്ന് പറഞ്ഞാല് അവിടെ തഹ്സീർ, അവിടെ തഹ്സീർ, ഫാരിഖിന്റെ തഹ്സീറിനെ ആകെ ലഘുവാക്കി കളഞ്ഞുപോയി എന്നുള്ളതാണ്. അതിന്റെ ദാത്ത് അവിടെ ഉണ്ടെങ്കിൽ പോലും ആ ദാത്ത് കൊണ്ട് ഇവിടെ തഹ്സീർ ഇല്ല, ഫാരിഖിന് തഹ്സീർ ഇല്ല, അതുകൊണ്ട് ഉറപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ബി ഇൽഗായി ബിനഫീൽ ഫാരിഖിന്റെ അർത്ഥം. അങ്ങനത്തെ ഒന്നിനെ കൊണ്ടാ എന്ന് പറയുക? ജലി എന്ന് പറയുക. അല്ലെങ്കിൽ എന്തായെന്നറിയാമോ? ഔ കാന, അല്ലെങ്കിൽ ആയി, എന്തായി? സുബൂത്തുൽ ഫാരിഖി, ഈ ഫാരിഖിനെ സ്ഥിരപ്പെടുത്തുന്നത് ആയി. അതായത് തഹ്സീറു ഫീഹി, ഈ ഫാരിഖ് ഹുക്മിൽ എന്താവുക എന്നറിയാമോ? തഹ്സീറാക്കുക, ഫലം വരുത്തുക എന്നുള്ളത്. ലഈഫായ ഒരു ഇഹ്തിമാലായി വന്നു, എന്നാലും ജലി എന്ന് പറയാം. ഇഹ്തിമാൽ ലഈഫല്ലേ, ഖവിയല്ലല്ലോ. ഇത് ആദ്യത്തിന് ഉദാഹരണം പറയാം. എങ്ങനെ? ഫാരിഖ് ഇല്ല എന്നതുകൊണ്ട് ഉറപ്പിക്കപ്പെട്ടല്ലോ, അതിന്റെ ഉദാഹരണം ഏതുപോലെ? അതാണ് അവര് ഖിയാസിൽ അമത്തി, അടിമ സ്ത്രീയെ ഖിയാസാക്കുക അലൽ അബിദി, ആൺ അടിമയുടെ മേൽ.
എന്ത് വിഷയത്തിൽ ബി തഖ്വീമി ഇസ്സത്തി ശരീക്കി കൂറായി നിൽക്കുന്നതായ ഒരു അടിമ സ്ത്രീയാ, കൂറായി നിൽക്കുന്നതായ ഈ അടിമ സ്ത്രീ, ആ അടിമ സ്ത്രീയുടെ കൂറായ ഒരാള് അയാളുടെ വിഹിതം, ആ വിഹിതത്തിന്റെ വില നിശ്ചയിക്കുക. അലാ ശരീക്കിൽ മുഅ്തിഖിൽ മൂസിരി, കഴിവുള്ള ഇതിനെ മോചിപ്പിച്ചതായ ഒരാളുണ്ടാവുക, ഈ അടിമയെ മോചിപ്പിക്കുക. ആ അടിമയെ മോചിപ്പിച്ച് അവന്റെ കൂറുകാരൻ മറ്റൊരാളുണ്ട്, അയാളുടെ പേരിൽ ഈ കൂറുകാരന്റെ വിഹിതത്തെ ഒന്ന് വിലക്കൂട്ടി നോക്കുക. അങ്ങനെ വിലക്കൂട്ടി നോക്കുന്ന കാര്യത്തിൽ അലൈഹി, അങ്ങനെ അതിന്റെ മേലിൽ ഇവളെ എത്തുക്ക് ചെല്ലുകയും വേണം. ഈ അടിമ, ആ അടിമയെ എത്തുക്ക് ചെല്ലുകയും വേണം. അങ്ങനത്തെ ഒരു വിഷയത്തിൽ അബിദിന്റെ മേലിൽ അമത്തിനെ ഖിയാസാക്കുക. ഇവിടെ യാതൊരു ഭാര്യക്കുമില്ലല്ലോ, ഒരു കുഴപ്പവും ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഖിയാസ് ജലിയാണ്. അമത്തിനെ അബിദിന്റെ മേൽ ഖിയാസാക്കിയല്ലോ. അത് കമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞതുപോലെ ബി ഹദീസ് സ്വഹീഹൈനി, സഹിയായ ഹദീസ് ഫാരിഖ്, ഇവിടെ ആണ് പെണ്ണ്, ഇവിടെ ഫാരിഖുണ്ട്. ആ ഫാരിഖ് ലോവാക്കി ഇവിടെ വിഷയം അതില്ല. അതുകൊണ്ട് തന്നെ അത് വ്യക്തമായി മുമ്പ് പറഞ്ഞതാണല്ലോ ഹദീസിലൂടെ. അതുകൊണ്ട് ഇവിടെ ഈ പറയപ്പെട്ട വിഷയത്തിൽ ആണെന്നോ പെണ്ണോന്നോ വ്യത്യാസമില്ല. അപ്പൊ ഇവിടെ ഫാരിഖിൽ ലോവാക്കി തൈസീറില്ലല്ലോ കുമ്പില്. ഇതാണ് ജലി. ഇനി വസ്താനി, രണ്ടാമത്തേത് എഹ്തിമാലെന്നൽക്ക് ലൈഫായ എഹ്തിമാല് വരാമെന്നല്ലേ ഫാരിഖിന്റെ സുബൂത്ത്. ഇങ്ങനെ വന്നാലും ജലിയാന്ന് പറയാം. അതാണ് ഖിയാസിൽ അംയാൽ, കണ്ണ് കാണാത്തതിനെ ഖിയാസാക്കിയാൽ ഔറാഇ, മുടന്തിന്റെ മേലിൽ കണ്ണ് കാണാത്തത് ഔറ, ഒറ്റ കണ്ണ് പൊട്ടിയത്. അപ്പൊ ഒറ്റ കണ്ണന്റെ മേലിൽ എന്തായി, കണ്ണ് പൊട്ടിയതിന് ഖിയാസാക്കി. ഫിൽ മൻഇ മിന തദ്ഹിയ്യത്തി സാബിതി ബി ഹദീസ് സുനൽ അർബഈൻ, സുനൽ അർബഈന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നതാണ് ഉദ്ഹിയ്യത്തിനെ തൊട്ട് പറ്റൂല എന്ന വിഷയത്തിൽ ഔറ. അത്തരം ഔറാഇന്റെ മേലിലാണ് അംയാഇനെ ഖിയാസാക്കിയത്. അത് അർബഉൻ ലാ തജൂസു ഫിൽ അളാഹ, ഉദ്ഹിയ്യത്തുകളിൽ 4 എണ്ണത്തിന് ഉദ്ഹിയ്യത്തറക്കാൻ പറ്റുകയില്ല. അൽ ഔറാ അൽ ബയ്യിൻ ഔറുഹ, ഔർ ഔറ കണ്ണുപൊട്ടല്ലേ, കണ്ണുപൊട്ട് വ്യക്തമായതായിരിക്കുന്ന ഒരു മൃഗമുണ്ടെങ്കിൽ ആ ഒരു മൃഗത്തിന് എന്താക്കാൻ പറ്റുകയില്ല, ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ആ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റാത്ത വിഷയത്തിൽ ഔറാഇന്റെ മേലിൽ അംയാ, 2 കണ്ണും തീരെ കാഴ്ചയില്ലാത്തതിന് എന്താക്കിയെന്നറിയാമോ, ഖിയാസാക്കി. ഇവിടെ ഖിയാസാക്കുകയാണ് എങ്കിലും ഒരു ഔറായ അംയാ എന്ന് പറയുന്നൊരു ഫാരിഖ് ഉണ്ട് ഇവിടെ. ആ ഫാരിഖ് ഇവിടെ ഹുക്കുമിൽ, അതായത് മൻ അല്ലേ, ഉദ്ഹിയ്യത്തിനെ തൊട്ടുള്ള ആ മൻഇൽ മഖീസ് അലയുടെ മേലിൽ ഔറാ, അതാണ് അസല്. അതിന്റെ മേലിൽ അംയാ എന്ന് പറയുന്ന ഫർഇനെ ഖിയാസാക്കുമ്പോൾ ഇവിടെ ഒരു ഫാരിഖ് ഉണ്ട്, അംയാ ഔറാ, ഇത് 2 മാറ്റമുണ്ടല്ലോ. ഇങ്ങനെ വരിക എന്നുള്ള ഒരു തഫ്സീറുള്ളത് ഇവിടെ ലഈഫായ ഒരു ഇഹ്തിമാലാണ്, ഉറപ്പില്ല. അപ്പൊ ഇതും ഖിയാസ് ജലിയായിട്ട് വരും. ഇനിയെന്താ, ഇനി ഖിലാഫ് ഖഫി, ഇനി ഖഫിയാണ്. ജലി കഴിഞ്ഞു. വൽ ഖഫിയോ, ഖഫി എന്ന് പറഞ്ഞാൽ ഖിലാഫുഹു, ഇതിന് നേരെതിരായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ നേരെതിര്, ഫാരിഖ് എന്ന് പറയുന്ന സാധനം, ആ ഒന്നിൽ ഫലം വരുത്തൽ ഇഹ്തിമാലുണ്ട്. ആ ഇഹ്തിമാൽ ഖവിയൻ, അത് ഖവിയായുള്ളതാണ്. അങ്ങനെ ഖവിയായി വരുമ്പോൾ അത് ഖിയാസ് ഖഫിയാണ്, ജലിയല്ല. അതാണ് ഇത് പറഞ്ഞത് നേരെതിരെന്ന് പറഞ്ഞത്. ഏതുപോലെയൊക്കെ ഖിയാസുൽ ഖത്ലി ബി മുസഖൽ, ഭാരമുള്ളത് കൊണ്ട് കൊല്ലപ്പെട്ടു ഒരാളെ, അതിനെ ഖിയാസാക്കിയ ഖത്ലി ബി മുഹദ്ദദ്, ഇരുമ്പുള്ളത് കൊണ്ട് കൊല്ലപ്പെട്ടവന്റെ പേരിൽ. എന്ത് വിഷയത്തിൽ, ബി വുജൂബിൽ ഖിസാസ്, പ്രതികാരം നിർബന്ധമാണെന്ന വിഷയത്തിൽ. മുഹദ്ദദ്, നല്ല ഇരുമ്പ് മൂർച്ചയുള്ളത് കൊണ്ട് ഒരാളെ കൊന്നാൽ അതിന് പ്രതികാരം നിർബന്ധമാണല്ലോ. ആ ഒരു വിഷയത്തിൽ ഭാരമുള്ളത് സാധാരണ കൊല്ലപ്പെടാൻ പറ്റുന്ന ഏതുണ്ടോ അതുകൊണ്ട് കൊന്നു. അങ്ങനെ കൊന്നാൽ അവനെയും എന്താക്കപ്പെടാം, ഖിസാസ് നിർബന്ധം അല്ല, പ്രതികാരം നിർബന്ധമാണ്. ഇവിടെ ഖിയാസുൽ ഖത്ലി മുസഖല് അൽ ഖത്ലി മുഹദ്ദദ്, ഇവിടെ ഫാരിഖുണ്ട്, ഒന്ന് മുസഖല് ഒന്ന് മുഹദ്ദദ്.
അവിടെ മുസക്കല് എന്ന് പറയുന്ന ഈ ഫാരിഖ് ഇവിടെ എന്താണെന്നറിയാമോ? തഹ്സീറാവുക. ഈ തഹ്സീർ ഇവിടെ ശക്തമായിരിക്കെ ഇവിടുത്തെ ഖിയാസ് ഖഫിയാണ്. വഖദ് ഖാല അബൂഹു ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു ബിഅദമി വുജൂബിഹി ഫിൽ മുസക്കലി എന്ന ഭാരമുള്ളത് കൊണ്ട് ഒരാളെ കൊന്നു എന്നതുകൊണ്ട് ഖിയാസാക്കിയിട്ട് പ്രതികാരം ചെയ്യാൻ നിർബന്ധമാണെന്നില്ല ഇവിടെ ഇല്ല. അപ്പൊ ഇവിടുത്തെ ഖിയാസ് എന്തായി വന്നു? ഇവിടെ തഹ്സീർ ഉണ്ടല്ലോ, പിന്നെ ഇവിടുത്തെ ഖിയാസ് ജലിയല്ലാതെ ഖഫിയല്ലാതെ ജലിയാവൂല. ഇങ്ങനെ വരിക, ഇതാണ് ഖഫി. വഖീല പറയപ്പെട്ടിട്ടുണ്ട് അൽ ജലിയു, ജലി എന്ന് പറഞ്ഞാൽ ഹാദാ ഇത് തന്നെയാ, അല്ലദീ ദുക്കിറ പറയപ്പെട്ടതായിരിക്കുന്ന ഒന്നാണ്. ജലിയായ ഖിയാസ് എന്ന് പറഞ്ഞാൽ അഥവാ ഫാരിഖ്, ആ ഫാരിഖ് ഇല്ല എന്നതുകൊണ്ട് ഉറപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഫാരിഖ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ദഈഫായ ഒരു ഇഹ്തിമാൽ, ഇതല്ലേ പറയപ്പെട്ടത്. ഈ പറയപ്പെട്ടത് തന്നെയാണ് ജലിയ്. പിന്നെയോ വൽ ഖഫിയോ, ഖഫി എന്ന് പറഞ്ഞാലോ അശ്ശബഹു, ഷബഹാണ്. വൽ വാദിഹു ബൈനഹുമ, അത് രണ്ടിന്റെ ഇടയിലുള്ള വാദിഹമാണ്. ഇങ്ങനെ ഒരു അഭിപ്രായം. അത് രണ്ടിന്റെ ഇടയിലുള്ള വാദിഹ് ഷബഹ് ഇങ്ങനെയൊക്കെ ഉള്ളതായ ഒന്നാണ് ഖഫിയ്. ജലി പറയപ്പെട്ട തന്നെയാണെന്ന് ഖീല. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് അൽ ജലിയു അൽ ഖിയാസ്, ജലി എന്ന് പറഞ്ഞാൽ ഖിയാസുൽ ഔല. അൽ ജലിയു അൽ ഖിയാസുൽ ഔല, ജലിയായ ഖിയാസാണ് ഔല. ഖഫിയായ ഖിയാസിനേക്കാൾ ഔല ജലിയായ ഖിയാസാകുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെയൊക്കെ ഖിയാസുൽ മുർബി, അടിയെ ഖിയാസാക്കുക, അല തഹ്ഫീഫി ഛേ എന്ന് പറയുന്നതിന്റെ മേലിൽ, എന്ത് വിഷയത്തിൽ? ഫിത്തഹരീം, ഹറാമിന്റെ കാര്യത്തിൽ. വാപ്പ ഉമ്മമാരോട് ഛേ എന്ന് പറഞ്ഞു പോവല്ലേ, അത് ഹറാമാണെന്നല്ല, കുറ്റം കിട്ടുമെന്നല്ലേ. അതേ വിഷയത്തിൽ തന്നെ ലർബ്, അതും അങ്ങനെ തന്നെയാണ്. ലർബും വലിയ അപകടമാണ്. അപ്പൊ ലർബ് എന്ന് പറയുന്ന ഫറഇനെ തഹ്ഫീഫ് എന്നതിന്റെ മേൽ ഖിയാസാക്കി തഹരീമിലെ. അപ്പൊ ഇവിടുത്തെ ഖിയാസ് എന്താ? ജലിയ ഖിയാസ് ദൗലയാണ്. വൽ വാദിഹുൽ മുസാവി, പിന്നെ മുസാവിയായ വാദിഹുൽ മുസാവി. ഏതുപോലെ? വാദിഹുൽ മുസാവി എന്ന് പറഞ്ഞ സമമായ ഖിയാസി ഇഹ്റാഖി മാലിൽ യതീം, അനാഥ മക്കളുടെ സമ്പത്തിനെ കരിച്ചു കളയുന്ന ഖിയാസാക്കി. അല അഖിലിഹി ബിത്തഹരീം, ഹറാമാകുന്ന കാര്യത്തിൽ ആ യതീമിന്റെ സ്വത്ത് തിന്നലിന് മേലില് ഇഹ്റാഖിനെ ഖിയാസാക്കി. അപ്പോ അനാഥ മക്കളുടെ സ്വത്ത് അനീതിയായി ഭക്ഷിക്കൽ ഹറാമല്ലേ, ആ ഒരു വിഷയത്തിന്റെ മേലിൽ അക്കലിന്റെ മേൽ ഖിയാസാക്കി കരിച്ചു കളയുക എന്നുള്ളതും. ഇവിടെ ഇഹ്റാഖ് അതുപോലെ ആക്കി രണ്ടും സമമാതാണ്, രണ്ടും നശിപ്പിക്കലല്ലേ, രണ്ടും സമമാണ്. അപ്പൊ വാദിഹായി, ഇങ്ങനെ വാദിയായിരിക്കുന്ന മുസാവിയായ സമമായി വന്ന വാദി. ഫറയിലും അസ്ലും ഒരുപോലെ, ഇല്ലത്ത് സമമായി, വിധിയും വിധിയാണ് സമമായി ഇല്ലത്തിന്. ഇതിന് വാദിയുൽ മുസാവി എന്ന് പറയും. ഇതാണ് ജലിയുൽ ഔല കഴിഞ്ഞാൽ പിന്നെ വാദിഹുൽ മുസാവിയാണ് പിന്നെ ഉള്ളത്. പിന്നെ വൽ ഖഫിയു അൽ അദ്വൻ, ഏറ്റവും താഴത് ഖഫിയാണ്, ഖഫിയായ ഖിയാസ്. ഏതുപോലെ? ഖിയാസി തുഫാഹ്, ആപ്പിളിന്റെ ഖിയാസാക്കി. അൽ ബുറി, ഗോതമ്പത്തിന്റെ മേലിൽ. ഫി ബാബി റിബ, റിബ വരുന്ന വിഷയത്തിൽ. ആപ്പിളിൽ റിബയുണ്ട്, ഗോതമ്പിൽ റിബയുണ്ടല്ലോ. ഇല്ലത്ത് കൂത്താന്ന് പറഞ്ഞവരുണ്ട്, കൈലാന്ന് പറഞ്ഞവരുണ്ട്, വസിനാന്ന് പറഞ്ഞവന് തുഅമാന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തുഫാനത് വരും. അപ്പൊ ഇവിടെ ഉള്ള ഖിയാസ് ഖഫിയായ ഖിയാസാണ്. ഈ ഖിയാസ് താന്ന ഖിയാസാണ്. കവാ തഖദ്ദമ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞു പോയില്ലേ. സുമ്മൽ ജലിയു അലൽ അവൽ, ആദ്യം പറഞ്ഞില്ലേ ആ അഭിപ്രായ പ്രകാരം ജലിയായ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഫാരിഖ് ഇല്ല എന്നുകൊണ്ട് ഉറപ്പിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഫാരിഖ് ഇതിന്റെ സുബൂത്ത് എഹ്തിമാലായി. ഇതുകൊണ്ട് അനുസരിച്ചുള്ള ജലിയ് പറയുമ്പോൾ യസ്ദുഖു ബിൽ ഔല, ഔല കൊണ്ടും എന്ന് പറയാം ഖിയാസ് ജലിയിനെ പറയാം. കൽ മുസാവി, മുസാവിയെ പറ്റി പറയും പോലെ തന്നെ, മുസാവി എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഔല എന്നതുകൊണ്ടും പറയാൻ പറ്റും. ഫൽയതഅമ്മൽ, ചിന്തിക്കുന്നവൻ ചിന്തിക്കട്ടെ എന്ന് മനസ്സിലാക്കാനുണ്ടെന്നർത്ഥം. വഖിയാസുൽ ഇല്ലത്തി,
ഇല്ലത്തിന്റെ ഖിയാസ് മാ വന്നാണ് ശുദ്ധിഹ ഫീഹി ബിഹാ, ആ ഒന്നിൽ ഇല്ലത്ത് കൊണ്ട് വ്യക്തമായി പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നാണ് ഖിയാസുൽ ഇല്ലത്ത്. ഏതുപോലെ കഅയ്യുഖാല പറയപ്പെടും പോലെ യഹ്റുമുൻ നബീദു മുന്തിരിങ്ങ കള്ള് ഹറാമാകും. ഏതുപോലെ കൽ ഖംരി സാദാ കള്ള് ഹറാമായതുപോലെ തന്നെ മുന്തിരിങ്ങ കള്ളും ഹറാമാണ്. എന്താ രണ്ടിലുമുള്ള ഇല്ലത്ത് ഇസ്കാർ. അപ്പൊ ഖംറിലുള്ള ഇസ്കാറാണ്. അതേ ഇസ്കാറിനെ എന്താക്കി നബീദിലുണ്ട്. ആ നബീദ് എടുത്തിട്ട് ഖിയാസാക്കി അവിടുത്തെ ഇല്ലത്തിനെ ഖംറിന്റെ ഇല്ലത്തിന് ഖിയാസാക്കി കൊണ്ടുവന്നു. ഇതാണ് ഖിയാസുൽ ഇല്ലത്ത് എന്ന് പറയുന്നത്. ഖിയാസു ദലാലത്തി ദലാലത്തിന്റെ ഖിയാസ് അത് മാ വന്നാണ് ജുമിഅ ഫീഹി അതിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ബിലാസിമിഹ ആ ദലാലത്തിന്റെ ലാസിമ്, പിന്നെ ഫഅസരിൻ പിന്നെ ഫലം വരുത്തു ഫഅസരിഹ പിന്നെ ആ ഇല്ലത്തിന്റെ അസറ്, ഫഹുക്മിഹ പിന്നെ അതിന്റെ ഹുക്മ്. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒന്നിനാണ് ദലാലത്തുൽ ഖിയാസ് ഖിയാസു ദലാല എന്ന് പറയുക. അപ്പൊ ഖിയാസു ജലീ, ഖിയാബ് ഖഫീ, ഖിയാസുൽ ഇല്ല, ഖിയാസു ദലാല. ഇവിടെ ബിലാസിമിഹ ഫഅസരിഹ ഫഹുക്മിഹ അല്ലമാഇറു ഇതിലുള്ള ലമീറുകളൊക്കെ പോകുന്നത് എവിടേക്കാണെന്നറിയാൻ ഇല്ലത്തിലേക്കാണ്. അതിവിടെ വ്യക്തമായി പറയേണ്ടതുണ്ട്. അതിവിടെ പറഞ്ഞിട്ടില്ല എങ്കിൽ ഹാദുള്ള ലമീർ എവിടേക്കും മടക്കും? ദലാലത്തിലേക്കും മടക്കും. അപ്പൊ അർത്ഥം തെറ്റിപ്പോവും. അപ്പൊ ഖിയാസു ദലാലത്തി ദലാലത്തിന്റെ ഖിയാസ് എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ് ജുമിഅ ഫീഹി ആ ഒന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നു. ബിലാസിമിഹ ദലാലത്തിന്റെ ലാസിമിനെ, ഫഅസരിഹ പിന്നെ അതിന്റെ അസറിനെ, പിന്നെ എന്ത് ചെയ്തു ആ ദലാലത്തിന്റെ ഹുക്കുമിനെ. ശരിയാകൂലല്ലോ. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായ കാര്യമാകുന്നു. അതുകൊണ്ട് ഇവിടെ ലമീർ മടക്കേണ്ടത് എവിടേക്കാണെന്നറിയാമോ? ഇല്ലത്തിലേക്കാണ്. വകുല്ലും മിനസ്സലാസത്തി ഈ പറഞ്ഞ മൂന്നെണ്ണം ഏത്? ലാസിമ്, അസർ, ഹുക്മ്. ഇവയൊന്നും എല്ലാം യദുല്ലു അലൈഹ അത് മുഴുവനും എന്താകുന്നുണ്ട്? ഇല്ലത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഇല്ലത്തിന്റെ മേൽ അറിയിക്കുന്നു. എല്ലാം ലാസിമായാലും ഇല്ലത്തിന്റെ മേൽ അറിയിക്കും, അസറായാലും ഇല്ലത്തിന്റെ മേൽ അറിയിക്കും, ഹുക്മായാലും അറിയിക്കും. ഇത് ഖിയാസു ദലാലയാണ്. വകുല്ലും മിനൽ അഖീറൈനി മിൻഹ ഈ മൂന്നെണ്ണത്തിൽ നിന്ന് അവസാനം പറഞ്ഞ രണ്ടെണ്ണം ഉണ്ടല്ലോ, രണ്ടും ദൂനമാ ഖബലഹു അതിന്റെ മുമ്പുള്ള ഒന്നിനെ കൂടാതെ, അതിന്റെ മുമ്പുള്ള ഇത് കൂടാതെ ഇവരുടെ അവസാനം പറഞ്ഞ മുഴുവനും ഖമാദല്ലത്ത് അലൈഹിൽ ഫാഉ ഫാ അതിന്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ. ലാസിമുണ്ട് ഇതാണ് അവസാനം പറഞ്ഞ രണ്ടെണ്ണം. ഇത് മൂന്നും അറിയിക്കുന്നു. അവസാനം മൂന്നെണ്ണത്തിന് അവസാനത്തെ രണ്ടും എന്താവുന്നു? മുമ്പുള്ള കൂടാതെ അറിയിക്കുന്നുണ്ട് എന്നാണ്. അവിടെ ഫാ തന്നെ അറിയിക്കുന്നുണ്ട് ക്രമീകരണം. ഇനി മിസാലുൽ അവ്വൽ ആദ്യത്തിന്റെ ഉദാഹരണം ഏത്? ഖിയാസുൽ ഇല്ലത്ത്. അയ്യുഖാല പറയപ്പെടലാണ് അന്നബീദു മുന്തിരിങ്ങക്കള്ള് ഹറാമുൻ അത് ഹറാമാണ്. ഏതുപോലെ? കൽ ഖംരി കള്ള് പോലെ ഹറാം എന്നെ നബീദും. എന്താ ജാമിഉർ മുസ്തദ്ദത്തി ശക്തമായതായിരിക്കുന്ന വാസനയുണ്ട്. ഖംറിലുള്ള അതേ വാസന നബീദിലും. വഹിയ ഈ വാസന ശക്തമായ വാസന എന്ന് പറയുന്നത് ലാസിമത്തുൽ ഇസ്കാരി മത്ത് പിടിപ്പിക്കുന്ന ലാസിമായി വരുന്ന ഒന്നാണ്. അപ്പോൾ ലാസിം ഉണ്ടായപ്പോൾ ഇല്ലത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ. ഖംറില് ഇസ്കാറുണ്ട്. ആ ഇസ്കാറിന്റെ ലാസിമായി വരുന്ന ഒന്നാണ് ഈ ശക്തമായ വാസന. അത് നബീദിലുമുണ്ട് ഇസ്കാർ, അതിലുമുണ്ട്. എന്തായെന്നറിയാമോ? വാസന. അവന് അപ്പൊ അത് ഖിയാസുൽ ഇല്ലത്താണ്. അപ്പോ നബീദിലുമുണ്ട് ഈ പറഞ്ഞത്, ഖബ്റിലുമുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തേത് ഒമിസാറു ദലാലത്തിയാണ്. രണ്ടാമത്തേത് അയ്യുഖാല പറയുക. എന്താ പറയേണ്ടത്? അൽ ഖത്ലു ബിമുസഖൽ ഭാരമുള്ളത് കൊണ്ട് കൊല്ലപ്പെട്ട ആൾ യൂജിബു ആ കൊല യൂജിബുൽ ഖിസാസ അത് പ്രതികാരത്തെ നിർബന്ധമാക്കുന്നുണ്ട്. ഏതുപോലെ? കൽ ഖത്ലി കൊല്ലൽ പോലെ, ബിമുഹദ്ദദിൻ നല്ല മൂർച്ചയുള്ളത് കൊണ്ട് കൊല്ലൽ പോലെ. എന്താ ഇവിടെ ജാമിഅ രണ്ടിലും? ജാമിഉൽ ഇസ്മി കുറ്റം എന്ന് പറയുന്നതാണ് ഇവിടെ ജാമിഅ. അത് അസറാണ്.
എന്താ അസറുൽ ഇല്ലത്തി, അതാണ് ഇല്ലത്തിന്റെ ഫലം. എന്ത് കുറ്റം? നല്ല മൂർച്ചയുള്ള ഈ ഇരുമ്പ് കൊണ്ട് ഒരാളെ കൊന്നു വെച്ചാൽ കുറ്റം കിട്ടൂലേ? എന്നതുപോലെ തന്നെ സാധാരണഗതിയിൽ കൊല്ലപ്പെടാൻ പറ്റുന്ന വസ്തു കൊണ്ട് ഒരാളെ കൊന്നു, അതും എന്താണ് കുറ്റം കിട്ടുന്നൊരു സംഗതിയാണ്. അത് അസറാണ്, ഇല്ലത്തിന്റെ അസറാണ്. അല്ലത്തി എങ്ങനത്തെ ഇല്ലത്തി അൽ ഖത്തുൽ അബ്ദുൽ ഉദ്വാൻ, ശത്രുതാപരമായി കരുതിക്കൂട്ടി കൊല്ലുക എന്നുള്ളതാണ് രണ്ടിലുള്ള ഇല്ലത്ത്. ആ ഇല്ലത്തിനേക്ക് ഫലമായി കിട്ടുന്ന ഒന്നാണ് ഇസ്മ. അത് രണ്ടിലുണ്ടല്ലോ. അതാണ് ദലാലത്തുൽ ഖിയാസ്. ലാസിമും അസറൊക്കെ കൂട്ടി പറയാം. ഇനി മൂന്നാമത്തതിന്റെ ഉദാഹരണം ഹുക്മ് അയ്യുഖാല, പറയപ്പെടലാണ്. എന്ത്? തുഖ്തഉൽ ജമാഅത്തു ബിൽ വാഹിദി, ഒരാൾ എന്നതുകൊണ്ട് എന്താവാം? ജമാഅത്തിനെ മുറിക്കപ്പെടും. ഏതുപോലെ? കമാ യുഖ്തലൂന ബിഹി, ആ ഒരാൾക്ക് പകരം അവരെ കൊല്ലപ്പെടുന്നത് പോലെയാണ്. ഒരാൾക്ക് പകരം ഇവിടെ എല്ലാവരും ജമാഅത്തിനെ കൊല്ലൂലോ എന്നതുപോലെ തന്നെ ഒരാളെ കൊണ്ട് ജമാഅത്ത് മുറിഞ്ഞു പോവും. ഇവിടെ രണ്ടിലുള്ള ജാമ്യം എന്താ? ഒരാളെ കൊണ്ട് ജമാഅത്ത് മുറിഞ്ഞു പോകുന്നില്ല. ഈ ഖത്ത് ഏതുപോലെ കമാ യുഖ്തലൂന ബിഹി എന്ന് പറഞ്ഞാൽ അവിടെയാണ് മഖീസലൈ. രണ്ടിലുമുള്ള ഇല്ലത്ത് നോക്കുക. ജാമിഉ വജൂബി ദിയത്തി അലൈഹിം ഫീ ദാലിക, ആ വിഷയത്തിൽ എന്താണെന്ന് അറിയാമോ? അവരുടെ മേൽ ദിയ കൊടുക്കുന്ന നിർബന്ധമാണ്. ഒരാൾക്ക് പകരം ഒരു സംഘത്തെ മുറിക്കപ്പെടും, കൊല്ലപ്പെടും എന്ന് പറഞ്ഞാൽ ദിയത്ത്. അപ്പൊ ആ ദിയത്ത് എന്താണെന്നറിയാമോ? രണ്ടിലുമുണ്ട്. അതാണ് ജാമ്യ. ഹൈസു കാന വൈറ ഹംദിൻ, മനഃപൂർവമായി ആവാത്തയിടത്ത്. ഓഹുവ, മനഃപൂർവമാവാത്തയിടത്ത് എന്ന് പറഞ്ഞത് ഹുക്കുമുൽ ഇല്ലത്തി, അതാണ് ഇല്ലത്തിന്റെ വിധി, മനഃപൂർവമല്ല. അല്ലത്തി, എങ്ങനത്തതായ ഇല്ലത്ത്? ഹിയ, അത് അൽ ഖത്ഉ മിൻഹും, അവരിൽ നിന്നും മുറിക്കുക, കൈ മുറിക്കുക. മറ്റുള്ളതൊക്കെ ഫിസൂറത്തിൽ ഊല, ഒന്നാമത്തെ രൂപത്തിൽ. ഒന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാല് ഏതാണ്? ഒന്നാമത്തെ രൂപം ഏതാണെന്ന് അറിയാമോ? ഒരാൾക്ക് പകരം ഒരു സംഘത്തെ മുറിക്കാന്ന് പറഞ്ഞത്. വൽ ഖത്ലു മിൻഹും, അവരിന്ന് കൊല്ലുക എന്നുള്ളതാണ് വിസാനിയത്തി, രണ്ടാമത്തെ രൂപത്തിൽ. അതായത് ഒരാളെ കൊല്ല എല്ലാരും കൂടി, അങ്ങനെ. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് എന്താണെന്നറിയാമോ നമുക്ക് ഇതിനെ ചർച്ച ചെയ്യാനുള്ളത്. അങ്ങനെ ലാസിം, അസർ, ഹുക്മ്, അത് മൂന്നിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഹുക്മുൽ ഇല്ലത്ത്. എന്താ പറയാനുള്ളത്? വഹാസിലു ദാലിക, ഇവിടെ മൂന്നാം കൗല് വന്നിട്ടാ പോകുന്നത്. ഈ മൂന്നാമത്തിന്റെ ഹാസില് ഇസ്തിദ്ലാലും ബിഅഹദി മൂജബിൽ ജനായത്തി മിനൽ ഖിസാസി വദ്ദിയത്തി, പ്രതികാരം ചെയ്യുക, ദണ്ഡം ചെയ്യുക എന്നിവയിൽ നിന്നാണ് ക്രിമിനലിന്റെ രണ്ട് മൂജബുള്ളത്. ആ മൂജബിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് ലക്ഷ്യം പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ മൂന്നാമത്തേത്. അൽ ഫാരിഖ് ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടയിൽ വിട്ടുപിരിക്കുന്നതായ മൂജബ്. അത് രണ്ടിന്റെ ഇടയിൽ വിട്ടുപിരിക്കുന്നതായ മൂജബ് അത് ഏതാണ്? വിട്ടുപിരിക്കുന്നത് അൽ അംദു അൽ ആഖിരി, മറ്റൊരാളുടെ മേലെന്താ കരുതിക്കൂട്ടി ചെയ്യുക, ഇതാണ് വിട്ടുപിരിക്കുന്നത്. ഇങ്ങനെ വിട്ടുപിരിക്കുന്നതായ ഒരേ മൂജബ്, ആ മൂജബ് ഏതെങ്കിലും ഒന്നുകൊണ്ട് ലക്ഷ്യം തേടുക എന്നുള്ളതാണ്. ഒന്ന് ദിയത്ത് കൊടുക്കുക, ഖിസാസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ലക്ഷ്യം തേടുക എന്നുള്ളതാണ് ഈ മൂന്നാം കൗലിന്റെ ആശയിലുള്ളത്. ഇനി അസ്ലിന്റെ അടിസ്ഥാനമായുള്ള ഖിയാസ്. അതെന്താണ് ഖിയാസ്? അൽ ജംഉ, ഒരുമിച്ച് കൂട്ടലാണ്. ബിനഫിൽ ഫാരിഖ്, അവിടെ ഫാരിഖ് ഇല്ല എന്നതുകൊണ്ട് ജമ്മു ചെയ്യലാണ്. അവിടെ ഫാരിഖ് ഇല്ല എന്നതുകൊണ്ട് ജമ്മു ചെയ്യുക എന്നുള്ളതാണ് അസ്ല് മാനിയിലുള്ള ഖിയാസ്. വയുസമ്മ, ഇതിന് പേര് പറയപ്പെടുക ബിൽ ജലി, ജലി എന്നതുകൊണ്ട് പേര് പറയപ്പെടാം. ഏതുപോലെയൊക്കെ മാതക്കദ്ദ, മുമ്പ് പറഞ്ഞതുപോലെയൊക്കെ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. എന്താ മുമ്പ് പറഞ്ഞത്? ആ ഒന്നില്ല, എന്താണെന്നറിയാമോ? ഫാരിഖ് ഇല്ല എന്ന് ഉറപ്പിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഫാരിഖ് തഹ്സീർ അവിടെ വരുന്നുണ്ട്, പക്ഷെ അത് ലൈഫാണ്, അതാ പറയപ്പെട്ടത്.
ഇനി ഉദാഹരണം ഖിയാസിൽ ബൗലി മൂത്രിക്കുക എന്നതിന് ഫീ ഇനാഇൻ പാത്രത്തിൽ മൂത്രമൊഴിച്ചല്ലോ, അങ്ങനെ ആ പാത്രത്തിൽ മൂത്രം വയ്ക്കുക എന്നുള്ള ഖിയാസിന്റെ അർത്ഥം അവിടെ ഫെയിലി പ്രവൃത്തിയാണ്. ആ പാത്രത്തിൽ മൂത്രം ഒഴിക്കുക എന്നുള്ളതിനെ ഖിയാസാക്കി. എന്നിട്ട് റാഖിദി കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ആ മൂത്രത്തെ കൊണ്ട് അടിച്ചൊരിച്ചു. അങ്ങനെ ചെയ്താൽ അങ്ങനെയുള്ള സംഗതിയെ ഖിയാസാക്കുകയാണ്. അയൽ ബൗലി ഫീഹി കെട്ടി നിൽക്കുന്ന വെള്ളത്തിലുള്ള മൂത്രത്തിന്റെ മേൽ ഖിയാസാക്കി. ഇവിടെ അൽ ബൗലു ഫീഹി എന്നുള്ളതാണ് അസ്ലി. ഖിയാസ് അൽ ബൗലി ഫീ ഇനാഇ വസബീൽ മായി എന്നുള്ളതാണ് പറയുക. ഇവിടെ ഇപ്പോ ജാമി മൻ ആണ്. ഫിൽ മൻ രണ്ടും പറ്റൂല, ഇതാണ് മൻ. ഈ മൻഇൽ എന്താ ഖിയാസാക്കി. എന്താ ജാമി രണ്ടിലും? ബി ജാമി അല്ലാ ഫാരിക ബൈനഹുമാ. ഇവിടെ പാത്രത്തിൽ മൂത്രമൊഴിച്ച് വെള്ളത്തിൽ കൊണ്ട് ചരിച്ചാലും അതുപോലെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിച്ചാലും രണ്ടും കണക്കാ, രണ്ടും പറ്റൂല. ഇത് രണ്ടിന്റെ ഇടയിൽ വിട്ടുപിരിക്കുന്ന ഒന്നും ഇവിടെ ഇല്ല. അതന്നെ ഫി മഖ്സൂദിൽ മൻഇ സാബിതി ബി ഹദീസി മുസ്ലിമിൻ അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇവിടെ ഉണ്ട്. ആ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ മൻ. ആ മൻ ആണ് ഇവിടെ മഖ്സൂദ്. ആ മഖ്സൂദായ രണ്ടിന്റെയും ഇടയിൽ എന്തില്ല? ഈ മൻഇന്റെ മഖ്സൂദിൽ ഫാരിഖയില്ല. എന്താ ഹദീസ്? അന്നൂ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങൾ വിരോധിച്ചു അയ്യുബാല മൂത്രം വഹിക്കപ്പെടല് റാഖിദി കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ. അപ്പൊ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രം വഹിക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ എന്തായിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ടല്ലോ, വിരോധിച്ചിട്ടുണ്ട്. ആ ഹദീസോട് സ്ഥിരപ്പെട്ടതാണ് ഇത് പാടില്ല എന്ന്, മൂത്രം വഹിക്കാൻ പാടില്ല. മൻ അതാണ് ഇവിടെ മഖ്സൂദ്. ഈ മൻ ഫർഇലുമുണ്ട്. അപ്പൊ രണ്ടിലുമുണ്ട് മൻ. ആ രണ്ട് മൻഇലും എന്താണെന്നറിയാമോ? രണ്ടിനും പാലിക്കാക്കുന്നൊന്നും ഇവിടെ ഇല്ല. ഈ രൂപത്തിൽ ഖിയാസാക്കി ഉദാഹരണമാണ് പറഞ്ഞത്. അസ്ല് മായനയിൽ ഖിയാസ് ഫാരിഖ് ഇല്ല അതുകൊണ്ട് ജമ്മി ചെയ്യലാണ്. അതാണ് ഇവിടെ ചെയ്തത്. അവ രണ്ടിലും ഇല്ല. ഇങ്ങനെയാണ് ഖിയാസിനെ പറ്റിയുള്ള ലഘു ചർച്ച. ഇൻഷാ അല്ലാഹ് ഖാത്തിമ ഇവിടെ കഴിഞ്ഞു. വബില്ലാഹി തൗഫീഖ്. അള്ളാഹു എല്ലാം നല്ല നിലയിൽ ആക്കി നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ഇത്രയും പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനുള്ള ആർജവും ശക്തിയും ആരോഗ്യവും ബുദ്ധിയും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വോയിസ് ഈ ഗ്രൂപ്പിലേക്ക് വിടുകയാണ്. ദുആ വസിയ്യത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഇസ്തിദ്ലാൽ എന്ന് പറയുന്ന 5-ാമത്തെ കിതാബിന്റെ ചർച്ച കേൾക്കാം. ദുആ ചെയ്യുക. വീണ്ടും നമുക്ക് കേൾക്കാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.